ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഡൈ ബോട്ടിൽ ക്രാഫ്റ്റാണ്. ഫിനിഷ് കെയറിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പകുതി കൂടുതൽ, താഴേന്ന് പകുതി കൂടുതലായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ രണ്ട് ഭാഗവും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മുകളിലത്തെ ഭാഗത്ത് കഴുത്ത് ഉണ്ടല്ലോ കുപ്പിയുടെ, അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ കീറി ഒന്ന് വട്ടത്തിലാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു തല പോലെ ഇരിക്കുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ടേപ്പ്, നോർമലായിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അന്ന് കവർ ചെയ്തിട്ട് നമുക്ക് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്ത് ആ തലയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഒന്ന് സ്മൂത്തും ചെയ്തും വെച്ചേക്കാം, വെള്ളം തൊട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് വെച്ചേക്കാമേ. അപ്പോൾ അത്തരത്തിൽ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ചുണ്ട് പോലെ കൊടുക്കാം. നമ്മളിവിടെ ഒരു ഈഗിള് കണക്കെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള ആ ഒരു മോഡൽ ചുണ്ടാണ് നമ്മളിവിടെ സെറ്റാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റേതായ രീതിയിലുള്ള ചുണ്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഏറ്റവും അറ്റത്ത് വന്നിട്ടൊരു ചെറിയ വളവുണ്ടല്ലോ, അതേപോലെ തന്നെ നടുവിലത്തെ ഭാഗം മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് ഉയർന്നിരിക്കും, ഒരു കിഴുത്ത പോലുള്ള സംഗതി ഉണ്ട്. അപ്പോൾ അതിന് തക്കതായ രീതിയിൽ നമുക്കൊന്ന് ചുണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഇപ്പുറത്ത് ബാക്കി ഭാഗം ഉണ്ടല്ലോ, താഴോട്ടുള്ള കുപ്പിയുടെ ഭാഗത്ത് ഒരു ചിറകെന്ന വണ്ണം ചിറക് വെച്ച് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ കുറച്ച് ഭാഗം ഒന്ന് ചരിച്ച എയർ ഡ്രൈ ക്ലേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ബോട്ടിലിൻ്റെ അകത്തായിട്ട് ഞാൻ ആദ്യമേ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അല്ലാത്ത പക്ഷം സാധാരണ ഇത് ചെയ്തിട്ടേ ചെയ്യുന്നുള്ളൂ. കാരണം എയർ ഡ്രൈ ക്ലേ നമുക്കറിയാം നോർമലി പ്ലാസ്റ്റിക്കിൽ നല്ല രീതിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, ഇളകി വരത്തേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചിറക് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടി തൂവൽ കണക്കെ കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഉയർത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അറ്റത്തെ തൂവലാണ് ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അറ്റത്തെ കണക്കിനുള്ളത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ടുള്ള അതൊന്ന് വെട്ടിയിട്ട് നടുക്കൊരു വരയുണ്ടല്ലോ തൂവൽ വരയ്ക്കുമ്പം, ആ ഒരു രീതിയിൽ നടുക്കത്തെ ആ ഒരു കമ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതൊന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് കുറച്ച് ഇതുപോലെ തന്നെ ഉയർത്തി കൊടുക്കാം. ഈ ഒരു തൂവലിരിക്കുന്ന കണക്കെ തന്നെ ഉയർത്തി കൊടുക്കാം. അപ്പം അതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൂവലെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിയിലൊരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു ബൈൻഡ് വെച്ച് ഒട്ടിച്ചു കൊടുത്ത് നേരെ ആക്കി വെക്കാം. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്രൗൺ കളറ്, നമ്മൾ സാധാരണ ഉള്ള നമ്മൾ ഈഗിളിന് കാണാറുള്ള കളറ് തന്നെ പെയിൻറ്റ് തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തലയ്ക്കായിട്ട് നമ്മൾ വൈറ്റ്, ചിറകിനാണെങ്കിലും ബ്രൗണ്. ബ്രൗണ് ചിറകിനടിക്കുമ്പോൾ നമ്മൾ വലിയ പെർഫെക്റ്റായിട്ട് അടിക്കുന്നില്ല കേട്ടോ, കാരണം നമുക്കറിയാമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ വെള്ള തോലുകളും ഇതിൻ്റെ ചിറകിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൊടുത്തിട്ട് നമ്മൾ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തലയ്ക്ക് വൈറ്റും കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ പിന്നെ ചുണ്ടിനാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ചുണ്ടിന് നമ്മൾ കാണാറുള്ളത് യെല്ലോ കളറാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡാർക്ക് യെല്ലോ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ചുണ്ടും കൂടെ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ കണ്ണും കൂടെ റെഡിയാക്കി എടുക്കണം. ചുണ്ടിൻ്റെ 2 കിഴുത്തേയും കൂടെ നമ്മളൊന്ന് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം ഒന്ന് പെർഫെക്ഷനിൽ എത്തിക്കാം. പിന്നെ ഇതാണെങ്കിൽ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ഒരു ബോട്ടിലായിരുന്നു കേട്ടോ, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്, നോർമൽ പ്ലാസ്റ്റിക് ബോട്ടിലും അല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് മെനക്കേടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ എന്നാലും ഫിറ്റായിട്ട് നല്ല കട്ടിയിലോടുകൂടി നല്ലൊരു ബലത്തോടുകൂടി സംഭവം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കണ്ടോ കിഴുത്തൊക്കെ നമ്മൾ ഒന്ന് കുത്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എടുത്ത് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പരുന്തിനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. ചെറിയൊരു ഡാർക്ക്നെസ്സിന് വേണ്ടി ഞാൻ ലാസ്റ്റിലായിട്ട് ചെറിയൊരു ബ്ലാക്ക് കോട്ടിങ്ങും ചിറകിൽ കൊടുക്കുന്നുണ്ട്. പെലിച്ചോന് ഇഷ്ടപ്പെട്ട ഈ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.